തുടങ്ങിയിട്ട് ഒരുപാട് സമയമായോ? ഇല്ല, 10 മിനിറ്റ് ആയിട്ടുള്ളൂ. എന്താ പേര്? നബാൻ. എൻ്റെ പേര് അർജുൻ. ആ, തന്നോട് ഞാൻ പേര് ചോദിച്ചാ. ഓ അമ്മ വിളിക്കാൻ കണ്ട നേരം. ആ ഹലോ അമ്മേ. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ഞാൻ വിളിക്കാന്ന് വെക്ക്, ഞാൻ വിളിക്കാം. അതെ, ഈ സമയത്തൊന്നും ഫോണിൽ സംസാരിക്കണ്ട കേട്ടോ. അവരുടെ ഉള്ള ഇംപ്രഷൻ കൂടി പോകും. ആ ഫോൺ സൈലൻ്റൊക്കെ വെച്ച്. ഓക്കെ. പിന്നെ എന്തിനാ താൻ വന്നിരിക്കണോ? ചൊരയ്ക്കാൻ വന്നിരിക്കണോ? എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ പണിയും. വെറുതെ മനുഷ്യൻ്റെ ടൈമും കളഞ്ഞു. എന്ത് കാണാൻ നിൽക്കാടാ? എനിക്ക് വീട്ടിൽ പോയണ്ടാ. May I come in, sir? Yes, come in. Thank you, sir. Please take your seat. So, Anjana? Thank you, sir. Thank you so much, sir. ഇത് എനിക്കൊരു പുതിയ അനുഭവം. Anjana? Happy day. You too, sir.
അമ്മേ, എനിക്ക് ജോലി കിട്ടി അമ്മേ. എന്തായി? ആ, ക്ഷമിച്ചിരിക്കാൻ കഴിയുണ്ടെങ്കിൽ നിന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഇതായിരിക്കും. മേ ഐ കം ഇൻ സർ? യെസ്, സിറ്റ്. താങ്ക് യു സർ. മിസ്റ്റർ രാഹുൽ. രാഹുൽ ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിരുന്നോ? നോ സർ, ഫസ്റ്റ് ടൈമാണ്. ഇവിടെ എന്താണ് വർക്ക് എന്നതിനെക്കുറിച്ച് വല്ല ക്ലൂവും കിട്ടിയിരുന്നോ? നോ സാർ, ഒരു ഐഡിയ ഇല്ല. വല്ലാതെ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് മാറ്ററിലേക്ക് വരാം. ഉം. നിങ്ങൾ ഈ റൂമിലോട്ട് കയറിയപ്പോഴേ യു ആർ അപ്പോയിൻറ്റഡ്. ഉം. ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഈ ജോബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ജോബ് വേണോ വേണ്ടയോ എന്ന്. എന്ന് വെച്ചാ? അതായത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് രാഹുലിനോട് ചോദിക്കും. അതിൽ രാഹുൽ തരുന്ന മറുപടി അത് മതി എനിക്കും നിങ്ങൾക്കും വേണ്ടത്. GK ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഷുവർ സർ. രാഹുൽ മോർണിംഗ് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? അതൊരു 8:30 ആവും സാർ. സോ ഈ ജോബിന് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. ഓ, അത് സാരില്ല സാർ, നോ പ്രോബ്ലം. രാവിലെ നേരത്തെ തന്നെ വർക്കെല്ലാം ചെയ്തു തുടങ്ങേണ്ടി വരും. ഐ മീൻ കുക്കിംഗ്, വാഷിംഗ്, ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ ചെയ്യേണ്ടി വരും. അവരുടേതും കൂടി ഞാൻ... അവർക്ക് വേറെ വർക്കുണ്ടാകും, പിന്നെ അവരോട് സഹകരിക്കേണ്ടി വരും. ചിലപ്പോൾ അവരുടെ ആട്ടുന്നുപ്പും കേൾക്കേണ്ടി വരും എന്നും വരാം. ചിലപ്പം ഞാനൊന്ന് ആർഷായി പെരുമാറിയെന്ന് വരാം. ക്ഷമിച്ചിരിക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ നിന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഇതായിരിക്കും. ഓക്കെ സാർ, ഓക്കെ. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വീക്ക് ഓഫ് ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് 365 ഡേയ്സും വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ എക്സ്പെഷ്യലി ഓണം, റംസാൻ, വിഷു പോലുള്ള ഹോളിഡേയ്സിലും കുറച്ചും കൂടി കൂടുതൽ വർക്ക് എടുക്കേണ്ടി വരും. സാധാ ദിവസത്തേക്കാളും ഇരട്ടി പണിയെടുക്കേണ്ടി വരും. ഓക്കെ സാർ. അപ്പോൾ ഇങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നതിനുള്ള ബോണസ് ഉണ്ടാവില്ലേ? ബോണസ്? രാഹുൽ, നിങ്ങൾക്ക് ഈ ജോബിന് ഇവിടെ സാലറി ഇല്ല. ഇയർലി മോർണിംഗ് എണീക്കണം, വർക്ക് ലേറ്റായിട്ടേ കഴിയുള്ളൂ, കൂടെയുള്ളവരുടെ വർക്കും നോക്കണം, ലീവില്ല, ഹോളിഡേയ്സിൽ ഓവർ ടൈം ഡ്യൂട്ടി, ഇങ്ങനെയൊക്കെ മരിച്ച് കഴുതേപ്പോലെ പണിയെടുപ്പിച്ചിട്ട് സാലറിയും ഇല്ല. സാറെന്താ ഉദ്ദേശിച്ചേ? ഇങ്ങനെയൊക്കെ ലോകത്ത് ആര് ചെയ്യും സാർ? അങ്ങനെയൊക്കെ ചെയ്യുന്നവരുമുണ്ട് രാഹുൽ ഈ ഭൂമിയിൽ. ആര്? അമ്മ, നമ്മുടെയൊക്കെ അമ്മമാർ. സോറി സാർ, റിയലി സോറി സാർ. താങ്ക് യു സാർ. രാഹുൽ, ഹാപ്പി മദേഴ്സ് ഡേ. സെയിം ടു യു സാർ. അമ്മ പറയമ്മ. എനിക്ക് ജോലി കിട്ടി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഖിൽ, NW നിഖിൽ. ഞാൻ D3-യിലൊരു കണ്ടസ്റ്റൻ്റാണ്. എൻ്റെ അമ്മയുടെ പെർഫോമൻസ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ആ അമ്മയുടെ പെർഫോമൻസ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു. കാരണം ഞാൻ ആ പെർഫോമൻസ് അവളെ കാഴ്ചവെച്ചതിൽ ഓഡിയൻസ് എനിക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളായിട്ട് തന്നിരുന്നു. അതെൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയായിരുന്നു ആ പെർഫോമൻസ്. ഓരോരുത്തരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ NW എന്ന് നിഖിലിന് കേൾക്കുമ്പോൾ തന്നെ അതെന്നെ ആലോചിക്കായിരുന്നു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു സാധനമാണ്, എൻ്റെ ലൈഫായിരുന്നു അത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ആ സോങ് ചെയ്ത് ഫസ്റ്റ് ടൈം. അതും പോരാത്തതിന് ആ ഒരു സോങ് എന്നെ നല്ലൊരു നിലയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്കിലും കുറച്ചാണെങ്കിലും 1% ഒരു നല്ല ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം എൻ്റെ അമ്മയ്ക്ക് താങ്ക്സ് പറയും, കാരണം എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാത്തിനും. പിന്നെ അതിനിടയ്ക്കാണ് RSB പറഞ്ഞൊരു ടീം ഏട്ടന്മാർ, ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഏട്ടന്മാരാണ്, എന്നെ ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു ഒരുപാട്. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക്
അതായത് ഞാൻ അത്രയ്ക്കുള്ള ഒരാളായോ അങ്ങനെ ഒരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഏട്ടന്മാരുടെ സീരിയസ്നെസ്സും കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഇതെന്താ തമാശയായിട്ടൊക്കെ അടക്കം കണ്ടു. പക്ഷെ അവർ എൻ്റെ അമ്മയുടെ പെർഫോമൻസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു വേദനിച്ച്. അങ്ങനെ ഒരു വേദന എനിക്ക് ഇന്നലെ നൈറ്റായിരുന്നു പാവങ്ങൾ എന്നെ കാണാൻ വന്നു. അവരെനിക്ക് ഷോർട്ട് ഫിലിം കാണിച്ചു തന്നു. അതിൽ എന്നെ ഇൻസ്പിറേഷൻ ചെയ്തിട്ടുള്ളൊരു സാധനം കൂടി ആയപ്പോൾ എനിക്ക് ആകെ ഇതായി. അത് അമ്മയുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് ചെയ്തിരിക്കുമ്പോൾ ഇപ്പോൾ ഇക്കാലത്ത് അങ്ങനെ ഒരു സാധനം വരില്ല. അങ്ങനത്തെ ഒരു കാലം അമ്മയെ കുറിച്ച് ആരും എടുക്കാൻ നോക്കൂല. കാരണം അമ്മ എന്താണ്, അമ്മയുടെ സാഹചര്യം എന്താണെന്ന് ഞാൻ കാണിച്ചതിനേക്കാളും ഇതായിട്ട് അവർ കാണിച്ചു. അതൊരു ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഒരു ഓർമ്മ എന്ന് പറഞ്ഞിട്ട് അതാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു നിമിഷം എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. പക്ഷെ കരയാനും ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് കരയാനും പറ്റിയില്ല. ഒരു നിമിഷം എൻ്റെ കണ്ണ് ആകതായി. കാരണം അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം. ചുരുക്കി പറയുകയാണെന്ന് വെച്ചാൽ ഈ ഒരു ഓർമ്മ പറയുന്നത് അമ്മയാണ്, എല്ലാം അമ്മയാണ് എന്നുള്ളൊരു നമുക്ക് മനസ്സിലാവുന്നൊരിത്. നമ്മുടെ ഒരു വഴിത്തിരിവ് എല്ലാം അമ്മയാണ്. അതുമാത്രം അതാണ് എനിക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് കിട്ടിയത്, ഒരു ഓർമ്മ എന്ന് പറഞ്ഞിട്ട്. ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആകെ മനസ്സങ്ങിട്ട് ഇതായി. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് തുടങ്ങുമ്പോൾ തന്നെ വിചാരിച്ചു എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഇത്രയും വലിയ കോൺസെപ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ RSB ടീമിന് വലിയൊരു സല്യൂട്ട്. കാരണം നന്ദി പറയണം. എനിക്ക് വേണ്ടി സാധാ ഒരാളാണ് ഞാൻ എപ്പോഴും. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം ഇതാക്കി തന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും എല്ലാവർക്കും സപ്പോർട്ടായിരിക്കും, എന്തിലും ഏതിലും. താങ്ക്സ്.